പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മഹത്വം. അപ്പോസ്തോലിക ഡെയിലി മന്ന ശ്രദ്ധിക്കുന്ന ഏവർക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമുള്ള നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയ ചിന്തയ്ക്ക് ആധാരമായിട്ട് ഒരു വാക്യം വായിക്കാം. മത്തായി സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യം. മനുഷ്യനാൽ അസാധ്യം, ദൈവത്താൽ സകലതും സാധ്യം. ദൈവത്തിൻ്റെ ഏറ്റവും മനോഹരമായ സൃഷ്ടിയാണ് മനുഷ്യൻ. എന്നാൽ അവൻ്റെ കഴിവുകൾക്ക് പരിമിതിയുണ്ട്. ദൈവം സർവശക്തനും സർവവ്യാപിയും സർവജ്ഞാനിയുമാണ്. ഈ ആകാശവും ഭൂമിയും ഈ പ്രപഞ്ചത്തിലുള്ള സകലതും സൃഷ്ടിച്ചത് ദൈവമാണ്. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമായിട്ട് ഇല്ല. 100 വയസ്സുള്ള അബ്രഹാമിനോടും 90 വയസ്സുള്ള സാറയോടും ഒരു സന്തതിയെ തരുമെന്ന് ദൈവം വാഗ്ദത്തം ചെയ്തിരുന്നു. പക്ഷേ അവർക്ക് വളരെ പ്രായമായിട്ടും ആ വാഗ്ദത്തം ലഭിച്ചില്ല. പ്രിയപ്പെട്ടവരെ, ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ, കടൽക്കരയിലെ മണൽ പോലെ ആ മക്കളെ അവർക്ക് കൊടുക്കാമെന്ന് ദൈവം അവരോട് വാഗ്ദത്തം ചെയ്തു. പക്ഷെ നാളുകൾ മുന്നോട്ട് പോയിട്ടും ആ വാഗ്ദത്തം നിറവേറിയില്ല. എല്ലാവരും പറഞ്ഞു, ഇനി ഇവർക്കൊരു തലമുറ ഉണ്ടാവുകയില്ല, ഇവർക്കൊരു സന്തതിയെ ലഭിക്കുകയില്ല. അതേ പ്രിയപ്പെട്ടവരെ, അസാധ്യം അസാധ്യമെന്ന് എല്ലാവരും പറഞ്ഞു. അത്ഭുതമെന്ന് പറയട്ടെ, അബ്രഹാമിന്റെ 100-ാം വയസ്സിൽ അദ്ദേഹത്തിനൊരു മകനെ ദൈവം കൊടുക്കുകയാണ്. അതാണ് ഇസഹാക്ക്. അദ്ദേഹത്തിന്റെ തലമുറയിൽ നിന്നാണ് ഇസ്രായേൽ എന്ന ജനതയും ഒരു രാജ്യവും ഉണ്ടായത്. ലോക ജനതയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ അബ്രഹാമിന്റെ സന്തതികളിൽ ഉള്ളവരാണ്. അത് ക്രിസ്ത്യാനികളും യഹൂദന്മാരും മുസ്ലിംസും എല്ലാം അബ്രഹാമിന്റെ സന്തതി പരമ്പരകളിൽ ഉള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിനൊരു കാര്യവും അസാധ്യമായിട്ട് ഇല്ല. നിങ്ങളുടെ ജീവിതത്തിലും ചില ഇല്ലായ്മകൾ കാണാം. ജോലി, വിവാഹം നടക്കുന്നില്ല, മക്കളില്ല, ആരോഗ്യമില്ല, സമാധാനമില്ല, മക്കളെ പഠിപ്പിക്കാൻ കഴിയുന്നില്ല എന്ന് പല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ല എന്ന് കാണാം. എന്നാൽ ദൈവം ഇന്നും അത്ഭുതം പ്രവർത്തിക്കാൻ ശക്തനായിരിക്കുകയാണ്. ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യമില്ല. നമുക്ക് സകലതും അസാധ്യമാണ്, എന്നാൽ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ഈ മത്തായി സുവിശേഷത്തിലും മർക്കോസ് സുവിശേഷത്തിലുമൊക്കെ എഴുതപ്പെട്ടിരിക്കുന്ന ഒരു പ്രത്യേക സംഭവമുണ്ട്. മർക്കോസ് സുവിശേഷം 9-ാം അധ്യായത്തിൽ ഊമനായ ഒരു മകനെ ശിഷ്യന്മാരുടെ അരികിലേക്ക് ഒരപ്പൻ കൊണ്ടുചെല്ലുകയാണ്. അവന്റെ രോഗത്തെ സൗഖ്യമാക്കാൻ വേണ്ടിയാണ് അപ്പൻ കൊണ്ടുപോയത്. പക്ഷെ ശിഷ്യന്മാർക്ക് അത് കഴിഞ്ഞില്ല കേട്ടോ. ആ മനുഷ്യൻ വളരെ ഭാരപ്പെട്ട് നിൽക്കുമ്പോൾ കർത്താവ് വരികയാണ്. കർത്താവിൻ്റെ അരികിലേക്ക് ചെന്നിട്ട് ഈ മനുഷ്യൻ പറയുകയാണ്, നിന്നാൽ സൗഖ്യം ഈ കുഞ്ഞിന് കിട്ടുമോ? നിനക്ക് വല്ലതും കഴിയുമോ? യേശുക്രിസ്തു പറഞ്ഞത്, അവിശ്വാസമുള്ള തലമുറ എത്രത്തോളം ഞാൻ നിങ്ങളോ പൊറുക്കും. എന്നിട്ട് പറഞ്ഞു, അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക. അവനെ അവർ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശുവിനെ കണ്ടപ്പോഴേ അശുദ്ധ ആത്മാവ് അവനെ ഇഴച്ച് അവൻ നിലത്ത് വീണ് അവൻ്റെ വായിൽ നിന്ന് നുരയും പതയുമൊക്കെ വെളിയിൽ വന്ന് ആ ദുഷ്ടശക്തി ആ കുഞ്ഞിനെ
വിട്ടുപോകുകയാണ്. പ്രിയപ്പെട്ടവരെ, എത്ര അത്ഭുതമാണ് അവിടെ സംഭവിക്കുന്നത്. ഹല്ലേലൂയ. ഇന്നും യേശു കർത്താവിൻ്റെ അടുക്കൽ കടന്നു വരുന്ന ഏതൊരു ദൈവ പൈതലിനും അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ ദൈവത്തിന് കഴിയും. അത് രോഗമാകട്ടെ, ഏതു വിഷയമാകട്ടെ, ദൈവത്തിന് അസാധ്യമായിട്ടൊരു കാര്യവുമില്ല. ഈ വചനം എന്തിനാണ് ദൈവം നമുക്ക് തന്നത്? ഈ അപ്പനെ പോലെ അല്ലെങ്കിൽ അബ്രഹാമിനെ പോലെ ഞാനും നിങ്ങളുമാണെങ്കിൽ നമ്മെ വിടുവിക്കുവാൻ, നമ്മെ രക്ഷിക്കുവാൻ കഴിയുന്ന ഒരു കർത്താവുണ്ട്. ആ കർത്താവായ യേശുവിനോട് നാം പ്രാർത്ഥിച്ചാൽ പൂർണ്ണമായ ഒരു വിടുതൽ നമുക്ക് തരും. ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയിച്ച് നോക്കൂ, ദൈവം നിങ്ങളെ വിടുവിക്കും. കാരണം ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. എന്നാൽ നമ്മുടെ വിടുതലിന് തടസ്സം ഒരുപക്ഷെ നാം ആയിരിക്കാം. മന്ത്രവാദിയോ മന്ത്രവാദമോ ആഭിചാരമോ നിങ്ങൾക്കെതിരെയുള്ള നേർച്ചകളോ മറ്റ് കാഴ്ചകളോ ഇതൊക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ എല്ലാം ശക്തി കെട്ടുപോകും. ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. അത് യാതൊരു തടസ്സവുമില്ല. പ്രിയപ്പെട്ടവരെ, പക്ഷെങ്കിൽ നാം തന്നെയായിരിക്കും നമ്മുടെ അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുന്നത്. അതിനൊന്ന് ചെയ്യുക, നിങ്ങളിലെ പാപം നിങ്ങൾ ദൈവത്തോട് ഏറ്റുപറഞ്ഞുപേക്ഷിക്കണം. യെശയ്യാപ്രവചനം 59 അധ്യായത്തിന്റെ 1 വാക്യം പറയുന്നു, രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം നിങ്ങളുടെ കരങ്ങൾ ദൈവത്തിന്റെ കരങ്ങൾ കുറുകിയിട്ടില്ല. പിന്നെയോ നമ്മുടെ പാപമത്രേ ദൈവത്തെയും നമ്മയും തമ്മിൽ അകറ്റുന്നത്. അപ്പോൾ പാപമോചനം ആദ്യം പ്രാപിക്കണം. അതിന് നിങ്ങൾ യേശുക്രിസ്തുവിൻ്റെ അരികിലേക്ക് എത്തുക. നിങ്ങളൊരു പാപിയാണെന്ന് കർത്താവിനോട് സമ്മതിക്കുക. കാൽവറി ക്രൂശിൽ കർത്താവ് നിങ്ങളുടെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടിയാണ് മരിച്ചതെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു എന്ന് കർത്താവിനോട് പറയുകയും നിങ്ങളത് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യണം. തുടർന്ന് ഒരു ദൈവ പൈതലാകുവാൻ ആഗ്രഹിക്കുന്നു എന്ന് കർത്താവിനോട് പറയണം. നിങ്ങളുടെ ഹൃദയത്തിലേക്ക് യേശുക്രിസ്തുവിനെ നിങ്ങളുടെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുക. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക. അബ്രഹാം വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. അത് അബ്രഹാമിനെ മാത്രം ഉദ്ദേശിച്ചല്ല, നമ്മെയും ഉദ്ദേശിച്ചാണ്. യേശു കർത്താവിന് ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യവുമില്ല. നമ്മൾക്ക് സകലതും അസാധ്യമായിരിക്കാം, എന്നാൽ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. ഈ വചനങ്ങൾ വിശ്വസിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.